ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വെക്റ്റർ സ്പേസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. ഡെഫിനിഷൻ: ലെറ്റ് വി ബി എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓൺ വിച്ച് ടു ഓപ്പറേഷൻസ് ആർ കാൾഡ് വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻസ് ആർ ഡിഫൈൻഡ്. ദെൻ വി ഈസ് സെറ്റ് ടു ബി വെക്റ്റർ സ്പേസ് ഇഫ് ദ ഫോളോയിങ് 10 പ്രോപ്പർട്ടീസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് ഒരു വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ രണ്ട് ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സിൽ രണ്ട് ഓപ്പറേഷൻസ് പറയുന്നുണ്ട്. ഒന്നാണ് വെക്റ്റർ അഡിഷൻ, മറ്റൊന്നാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഒരു ഒരു വി എന്ന് പറഞ്ഞൊരു സെറ്റ് വെക്റ്റർ സ്പേസ് ആകണമെങ്കിൽ അത് താഴെ പറയുന്ന 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിയംസ് ഫോർ വെക്റ്റർ അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ്, ഇഫ് വെക്റ്റർ എക്സ് ആൻഡ് വെക്റ്റർ വൈ ആർ ഇൻ വി. വെക്റ്റേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാം, ഒന്നെങ്കിൽ നമ്പർ എഴുതിയിട്ട് അതിന് മുകളിലൊരു ആരോ മാർക്കിടും, അല്ലെങ്കിൽ ബോൾഡ് ലെറ്ററിൽ എന്ത് ചെയ്യും, സംഭവം കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ആരോ മാർക്ക് ഇട്ടാണ് എടുക്കുന്നത്. സോ വെക്റ്റർ എക്സ് ആൻഡ് വെക്റ്റർ വൈ ആർ ഇൻ വി. വിയിലെ രണ്ട് എലമെൻറ്റ്സ് ആണ് എക്സും വൈയും എങ്കിൽ വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ ഈസ് ആൾസോ ഇൻ വി വരണം. അതായത് എക്സും വൈയും എടുത്താൽ എന്താണ്, എക്സ് പ്ലസ് വൈയും ആ വിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ. സെക്കൻഡ് വൺ, ഫോർ ഓൾ എക്സ് വൈ ഇൻ വി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോയും ഹോൾഡ് ചെയ്യണം. വെക്റ്റർ എക്സ് വെക്റ്റർ വൈ വിയിലെ എലമെൻറ്റ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന വെക്ടറും വൈ പ്ലസ് എക്സ് എന്ന വെക്ടറും എന്താണ് നമ്മളുടെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് എക്സും എന്താണ് ഈക്വൽ ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം. ഓക്കെ. തേർഡ് വൺ ആണ് അസോസിയേറ്റീവ് ലോ. ഫോർ ഓൾ വെക്റ്റർ എക്സ് വെക്റ്റർ വൈ വെക്റ്റർ ഇസെഡ് ഇൻ വി വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ പ്ലസ് വെക്റ്റർ സെഡ് ഈക്വൽ ടു വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ പ്ലസ് വെക്റ്റർ സെഡ്. അതായത് ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ആഡ് ചെയ്യുന്നതും ലാസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് ഈക്വൽ ആയിരിക്കണം. അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ആക്സിയം ആണ്, ദർ ഈസ് ആൻ യുണീക്ക് വെക്റ്റർ സീറോ വെക്റ്റർ ഇൻ വി സച്ച് ദാറ്റ് സീറോ വെക്റ്റർ പ്ലസ് എക്സ് വെക്റ്റർ എക്സ് ഈക്വൽ ടു വെക്റ്റർ എക്സ് ദാറ്റ്സ് ഈക്വൽ ടു വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ സീറോ. അതായത് നമ്മൾ ഈ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എലമെൻറ്റിനെ കൊണ്ട് ഏതൊരു എലമെൻറ്റിന് നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടണം. അതായത് സീറോ പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് ഓർ എക്സ് പ്ലസ് സീറോ ഈക്വൽ ടു എക്സ് തന്നെ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് എന്ത്, എക്സിസ്റ്റൻസ് ഓഫ് സീറോ വെക്റ്റർ. സീറോ വെക്റ്റർ അതിൽ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ ആണ്, ഫോർ ഈച്ച് വെക്റ്റർ എക്സ് ഇൻ വി ദർ എക്സിസ്റ്റ് എ വെക്റ്റർ എക്സ് സച്ച് ദാറ്റ് വെക്റ്റർ എക്സ് പ്ലസ് മൈനസ് വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു വെക്റ്റർ സീറോ വരണം. സച്ച് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ എക്സ്. അതായത് ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ ഉണ്ടെങ്കിൽ അവിടെ ഒരു മൈനസ് എക്സ് വെക്റ്റർ എക്സും അതിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ വെക്റ്റർ എക്സ് പ്ലസ് മൈനസ് വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് സീറോ വെക്റ്റർ കിട്ടണം. ഓക്കെ. അതായത് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് വെക്റ്റർ, അതിൻ്റെ നെഗറ്റീവ് വെക്റ്ററും ആ എലമെൻറ്റ്സിൽ തന്നെ ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ആക്സിയംസ് പറഞ്ഞാൽ ഫോർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ആക്സിയംസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ. ദാറ്റ് ഈസ് ഇഫ് കെ ഈസ് എനി സ്കാലാർ. അപ്പോൾ കെ എന്ന് കൊടുത്തിട്ട് തന്നെ മുകളിൽ എന്താണ്, ഒരു ആരോ മാർക്ക് ഇല്ല. അതെന്താണ്, ഇത് വെക്റ്റർ അല്ല, അത് സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഒരു സ്കാലാർ എലമെൻറ്റ് നമ്മൾ കെ എടുത്തു ആൻഡ് എ വെക്റ്റർ എക്സ് ഇൻ വി നമ്മൾ എടുത്തു. ദെൻ കെ ഇൻറ്റു വെക്റ്റർ എസ് എന്തായിരിക്കും, നമ്മുടെ വിയിലൊരു എലമെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ഏതൊരു വെക്റ്റേഴ്സിനും ആ സെറ്റിലുള്ള ഏതൊരു എലമെൻറ്റിനും നമ്മളൊരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, അത് ആ എലമെൻറ്റിൽ ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ആണ്, കെ ഇൻറ്റു വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ ഈക്വൽ ടു കെ ഇൻറ്റു വെക്റ്റർ എക്സ് പ്ലസ് കെ ഇൻറ്റു വെക്റ്റർ വൈ ആയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യണം. ഓക്കെ. ദെൻ കെ വൺ പ്ലസ് കെ ടു ഇൻറ്റു വെക്റ്റർ എക്സ് ഈക്വൽ ടു കെ വൺ വെക്റ്റർ എക്സ് പ്ലസ് കെ ടു വെക്റ്റർ എക്സ് ആയിരിക്കണം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നയൻത്ത് ആക്സിയാണ്, കെ വൺ ഇൻറ്റു കെ ടു വെക്റ്റർ എക്സ് എന്ന് പറഞ്ഞാലും കെ വൺ ഇൻറ്റു കെ ടു എക്സ് വെക്റ്റർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഈക്വൽ ആയിട്ട് വേണം. ദെൻ വൺ ഇൻറ്റു വെക്റ്റർ എക്സ് ഈക്വൽ ടു വെക്റ്റർ എക്സ് വരും വേണം. അപ്പോൾ ഈ 10 ആക്സിയംസും ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിയംസ് ഫോർ വെക്റ്റർ അഡിഷനും ആക്സിയംസ് ഫോർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. ദെൻ ഒരു റിമാർക്ക്, ദ ആക്സിയം 1 and 6 ആർ കാൾഡ് ക്ലോഷർ ആൻഡ് വി സേ ദാറ്റ് വെക്റ്റർ സ്പേസ് വി ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, എക്സും വൈയും അതിലൊരു എലമെൻ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈയിൽ ഉണ്ടായിരിക്കണം. അതിൽ സിക്സ്ത് പ്രോപ്പർട്ടി എന്തായാലും കെ എന്ന് പറഞ്ഞൊരു സ്കേലാർ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വെക്റ്റേഴ്സിലെ എലമെൻറ്റ് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായ സെറ്റിൽ ഉണ്ടാവണം. അതായത് ഈ ആക്സിയം 1ഉം ആക്സിയം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ വെക്റ്റർ സ്പേസ് ക്ലോസ്ഡ് അണ്ടർ ദി വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾസിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓരോ സെറ്റ് നമ്മൾ എടുക്കുന്നത് വെക്റ്റർ സ്പേസ് ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ആ 10 ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ.
ഞാൻ എന്തെടുത്തു, നമ്മളുടെ സെറ്റിൽ വി ആയിട്ട് ഞാൻ നമ്മുടെ റിയൽ നമ്പറിൻ്റെ സെറ്റ് ആർ എടുത്തു. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് എക്സ് പ്ലസ് വൈ ആൻഡ് എ എക്സ് ബി ഓർഡിനറി അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമ്മൾ ഈ സെറ്റ് ആറിലെ അഡിഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് പ്ലസ് വൈയും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള നമ്മൾ എ എക്സ് ആയിട്ടുള്ള ഓർഡിനറി അഡിഷനും മൾട്ടിപ്ലിക്കേഷനും എടുത്ത്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് റിയൽ നമ്പറിൽ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്താലും ആ റിയൽ നമ്പറിൽ വരും. അതുപോലെ ഏത് രണ്ട് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് അതിൽ വരും. അത് നമുക്ക് അറിയാവുന്നതാണ്. സോ നമുക്കത് പ്രൂവ് ചെയ്യണം. സിൻസ് ദ സം ഓഫ് ടു റിയൽ നമ്പേഴ്സ് ഈസ് എ റിയൽ നമ്പർ അല്ലേ, സോ വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അപ്പോൾ അത് ആർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് എന്താണ്, നമ്മുടെ അഡീഷനിൽ ക്ലോസ്ഡ് ആണ്. ആൾസോ അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവ് ആണ് അല്ലേ. നമ്മൾക്ക് അറിയാവുന്നതാണ് റിയൽ നമ്പേഴ്സ് രണ്ട് എലമെൻറ്റ്സ് നമ്മളിപ്പോൾ 1, 2 ആഡ് ചെയ്താൽ 2, 1 ആഡ് ചെയ്താൽ 2 ഈക്വൽ ആണ്. അതുപോലെ 1, 2, 3 നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ആഡ് ചെയ്യുന്നതും ലാസ്റ്റ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ആഡ് ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ റിയൽ നമ്പറിൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും ഫോർ അഡീഷന്. അതുപോലെ 0 എന്താണ് നമ്മുടെ റിയൽ നമ്പർ എലമെൻ്റ് ആണ്. 0 + x ഈക്വൽ ടു എന്താണ് എക്സ് ആണ്. അതുപോലെ x + 0 എന്താണ് 0 ആണ്. സോ ഏതൊരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും 0 കൊണ്ട് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ, അതെന്താ അതുപോലെ റിയൽ നമ്പർ എന്താണ് ഏതൊരു എക്സ് എടുത്താലും മൈനസ് ഒരു എലമെൻറ്റ് എന്താണ് നമ്മുടെ ആ റിയൽ നമ്പറിലുണ്ട്. അപ്പോൾ ഏതൊരു എക്സ് നമ്മൾ റിയൽ നമ്പറിൽ എടുത്താലും മൈനസ് എക്സും റിയൽ നമ്പറിൽ ഉണ്ടായിരിക്കും. ആൻഡ് എക്സ് പ്ലസ് മൈനസ് എക്സ് ആണ് എന്ത് വരും, 0 വരുന്നുണ്ട്. ദസ് അഡിഷൻ ഇൻ ആർ സാറ്റിസ്ഫൈ ഓൾ ദി ആക്സിയംസ് ഫോർ വെക്റ്റർ അഡിഷൻ. അപ്പോൾ ആക്സിയംസ് ഫോർ വെക്റ്റർ അഡിഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എല്ലാ ആക്സിയംസ് എന്താണ് റിയൽ നമ്പറിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും പ്രൂവ് ചെയ്യാൻ പറ്റും. സിമിലർലി we can show that the scalar multiplication which is the ordinary multiplication in R അല്ലേ, നമ്മൾ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുള്ളത് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ റിയൽ നമ്പർ സാറ്റിസ്ഫൈ ഓൾ ദി ആക്സിയംസ് ഫോർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. എന്തൊക്കെയായിരുന്നു സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ആക്സിയംസ്, ഏതൊരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും ഉണ്ടായിരിക്കും, അത് ഹോൾഡ് ചെയ്യില്ലേ. അപ്പോൾ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ട് ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ സ്കാലർ കൊണ്ട് രണ്ടെണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ടിലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിയൽ നമ്പറിൽ രണ്ട് ഡിസ്ട്രിബ്യൂട്ടിലും ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ രണ്ട് സ്കാലാർസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തതും ആ രണ്ട് സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ 1 ഇൻറ്റു ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻ്റ് തന്നെ കിട്ടും. അപ്പോൾ റിയൽ നമ്പറിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്റ്റർ അഡീഷനും എന്താണ് എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ ഈസ് എ വെക്റ്റർ സ്പേസ്. അതുകൊണ്ട് ആർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ സ്പേസ് ആണ് അണ്ടർ ഓർഡിനറി അഡിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അവിടുത്തെ ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ നമ്മൾ വി ആയിട്ട് നമ്മൾ ആർ സ്ക്വയർ എടുത്തു. ഓക്കെ, 2 ഡയമെൻഷനുള്ള ആർ സ്ക്വയർ എടുത്തു. ദെൻ ദി സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അത് XY എന്ന രൂപത്തിലായിരിക്കും അവിടുത്തെ എലമെൻ്റ് ഉണ്ടായിരിക്കാം. ദെൻ ഫോർ എനി x1 x2 y1 y2 നമ്മൾ ആർ സ്ക്വയറിലെ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുത്തു. ആ രണ്ട് എലമെൻറ്റും ആഡ് ചെയ്താൽ അത് ആ ആർ സ്ക്വയറിൽ ഉണ്ടോ, അപ്പോൾ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലുണ്ടോ, ഇങ്ങനെയുള്ള 10 ആക്സിയംസ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ എനി റിയൽ നമ്പർ ആൽഫ, നമ്മളൊരു റിയൽ നമ്പർ ആൽഫയെ നമ്മൾ ചൂസ് ചെയ്തു. ദെൻ x1 x2 + y1 y2 എടുത്താൽ എന്താ കിട്ടുക, നമുക്കറിയാവുന്നതാണ് ഓർഡർ പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക. ഫസ്റ്റ് രണ്ടിൻ്റെ ഒരു ടേം ആഡ് ചെയ്യാതെ x1 y1 ആഡ് ചെയ്യുക, x2 y2 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് x1 y1 x2 x1 + y1 x2 + y2 വരും. അതുപോലെ തന്നെ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഒരു ആൽഫ ഇൻറ്റു x1 x2 ആണ് എന്താണ് ആൽഫ x1 ആൽഫ x2 ആണ്. സോ നമ്മളുടെ ഈ തന്നിട്ടുള്ള ഓപ്പറേഷൻസ് എന്താണ് അണ്ടർ സ്കലാർ മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ വെക്റ്റർ അഡീഷനും ആർ സ്ക്വയർ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Since x1 + y1 x2 + y2 is an ordered pair of real numbers, sum of any two real numbers of r square is an element of r square. ഇപ്പോൾ രണ്ട് എലമെൻറ്റ് ആഡ് ചെയ്താൽ എന്താണ്, അത് റിയൽ നമ്പറിൽ എലമെൻറ്റിലായിരിക്കും. അതിന് ഓർഡേഡ് പേരിലാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അത് ആഡ് ചെയ്താലും എന്താണ് ആർ സ്ക്വയറിലെ എലമെൻറ്റ് കിട്ടും. സോ വി സേ ദാറ്റ് ആർ സ്ക്വയർ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ. അഡീഷൻ എന്താണ് ആ എലമെൻറ്റ് ആ ആർ സ്ക്വയർ ക്ലോസ്ഡ് ആണ്. സിൻസ് അഡീഷൻ ഓഫ് റിയൽ നമ്പർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, റിയൽ നമ്പറിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കാരണം നമുക്കറിയാവുന്നതാണ് ഏത് രണ്ട് റിയൽ നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്താലും അത് തിരിച്ച് ആഡ് ചെയ്താലും സെയിം ആണ്. അതായത് റിയൽ നമ്പറിലെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആർ സ്ക്വയറിൽ രണ്ട് എലമെൻറ്റ് എടുക്കുന്നു. x1 x2 y1 y2 ആണ് രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ആർ സ്ക്വയറിൽ ചൂസ് ചെയ്യുന്നു. ദെൻ x1 x2 + y1 y2 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, x1 + y1 x2 + y2 ആണ്. നമുക്കറിയാവുന്നതാണ് റിയൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് x1 + y1 ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, y1 + x1 കൊടുക്കാൻ പറ്റും. x2 + y2 ഇതിന് പകരം y2 + x2 കൊടുക്കാൻ പറ്റും. നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് y1 + x1 y2 + x2 എന്താണ് y1 y2 + x1 x2. അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആർ സ്ക്വയറിൽ. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, അസോസിയേറ്റീവ് ആണോ അല്ലേ നോക്കണം.
നമുക്കറിയാവുന്നതാണ് സിൻസ് അഡീഷൻ ഓഫ് റിയൽ നമ്പർ ഈസ് അസോസിയേറ്റീവ് അല്ലെ, റിയൽ നമ്പറിൻ്റെ കേസിൽ അഡീഷൻ എന്താണ്, അസോസിയേറ്റീവ് ആണ്. സോ ഫോർ എനി x1 x2 y1 y2 z1 z2 ഈ ബിലോങ്സ് ടു ആർ സ്ക്വയർ. നമ്മൾ ആർ സ്ക്വയറിൽ 3 എലമെന്റ്സ് നമ്മൾ എടുത്തു. x1 x2 y1 y2 z1 z2 നമ്മൾ എടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യത്തെ എലമെന്റ് ആണ് തെറ്റിൽ, ബാക്കി രണ്ടെണ്ണം ആഡ് ചെയ്യാം. സോ നമുക്ക് വന്നിട്ടും x1 x2 പ്ലസ് y1 പ്ലസ് z1 y2 പ്ലസ് z2. ഇനിയും നമ്മൾ വീണ്ടും അഡീഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും x1 പ്ലസ് y1 പ്ലസ് z2 x2 പ്ലസ് y2 പ്ലസ് z2 വരും. ഇത് നമ്മൾക്ക് ഈ ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തതിന് പകരം നമുക്ക് എന്തായിട്ട് ഇങ്ങോട്ട് കൊടുക്കാറുണ്ട്. കാരണം എന്താണ്, റിയൽ നമ്പറിലെ അഡീഷൻ എന്താണ്, അസോസിയേറ്റീവ് ആണ്. സോ x1 y1 പ്ലസ് z1 x2 y2 പ്ലസ് z2 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. x1 y1 പ്ലസ് z1 ആണ് എന്താണ്, x1 പ്ലസ് y1 x2 പ്ലസ് y2 പ്ലസ് z1 z2 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാൻ പറ്റും, x1 x2 പ്ലസ് y1 y2 പ്ലസ് z1 z2 ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതായത് അസോസിയേറ്റീവ് ലോ ആർ സ്ക്വയറിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, സീറോ എടുക്കാം. സീറോ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഡേഡ് പെയർ 0 0 ആണ് വരിക. ഫോർ എനി എക്സ് ബിലോങ്സ് ടു ആർ സ്ക്വയർ നമ്മൾ എടുക്കുക, x1 x2 നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 0 നമുക്ക് എന്താ കിട്ടുക, x1 x2 പ്ലസ് 0 0. നമുക്കറിയാവുന്നതാണ് ഓർഡർ പെയർ ആഡ് ചെയ്യുന്നത് x1 പ്ലസ് 0 x2 പ്ലസ് 0. x1ഉം 0 എന്താണ്, റിയൽ നമ്പർ ആണ്. x1 പ്ലസ് 0 ആണ് എന്താണ്, x1 ആണ്. x2 പ്ലസ് 0 ആണ് x2 ആണ്. സോ നമുക്ക് x1 x2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു x കിട്ടും. അതുപോലെ തന്നെയാണ് 0x is equal to x ആ കിട്ടുക. സോ 0 എലമെന്റ് എന്താണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 വെക്ടർ ആർ സ്ക്വയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഏതൊരു എക്സ് എടുത്താലും നെഗറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. എക്സ് ഉണ്ടെങ്കിൽ മൈനസ് എക്സ്, അവിടെ എക്സും മൈനസ് എക്സ് ആണെങ്കിൽ 0 വരുന്ന സംഭവം അവിടെ ഉണ്ടായിരിക്കണം. സോ ഫോർ എനി എക്സ് ബിലോങ്സ് ടു x1 x2 നമ്മൾ എന്തെടുത്തു, ആർ സ്ക്വയർ എലമെന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ മൈനസ് എക്സ് ആയിട്ട് നമ്മൾക്ക് മൈനസ് x1 മൈനസ് x2 ആർ സ്ക്വയർ ഉണ്ട് നമുക്ക് എടുത്തു. ദെൻ എക്സ് പ്ലസ് മൈനസ് എക്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടാം, x1 പ്ലസ് x2 പ്ലസ് മൈനസ് x1 മൈനസ് x2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ -1 എന്താണ്, ഒരു സ്കെയിലർ ആണ്. ആ -1 നമ്മൾ ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -x1 മൈനസ് x2 നമ്മൾ ആഡ് ചെയ്യാൻ വി ഗെറ്റ് x1 മൈനസ് സോറി നമ്മളിവിടെ ഓക്കെ x1 മൈനസ് x1 x2 മൈനസ് x2 x1 മൈനസ് x1 എന്താ 0 വരും, x2 മൈനസ് x2 എന്താണ് 0 വരും. സോ 0 0 2 ദാറ്റ് ഈസ് 0. എക്സ് പ്ലസ് മൈനസ് എക്സും മൈനസ് എക്സ് പ്ലസ് എക്സും എന്താണ് 0 വരുന്നുണ്ട്. സോ മൈനസ് എക്സ് ഈസ് ദ നെഗറ്റീവ് വെക്ടർ ഓഫ് എക്സ് ഇൻ ആർ സ്ക്വയർ. അപ്പോൾ ഏതൊരു വെക്ടർ എടുത്താലും അതിന് നെഗറ്റീവ് വെക്ടർ എന്താണ് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സിക്സ്ത് പ്രോപ്പർട്ടി നമ്മൾ സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. സിൻസ് ആൽഫ x1 ആൽഫ x2 is an ordered pair of real numbers അല്ലേ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി എലമെന്റ് ഓഫ് ആർ സ്ക്വയർ is an element of ആർ സ്ക്വയർ വരും. ആൻഡ് ഹെൻസ് ആർ സ്ക്വയർ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആൽഫ ഇൻറ്റു x1 x2 ആണ് ആൽഫ x1 ആൽഫ x2 ആണ്. അപ്പോൾ x1 x2 റിയൽ നമ്പർ ആണെങ്കിൽ ആൽഫ x1 ആൽഫ x2 എന്താണ് റിയൽ നമ്പർ വരും. സോ ഓർഡർ പെയർ എന്താണ് നമ്മുടെ ആർ സ്ക്വയറിൽ എലമെന്റ് വരും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എനി ആൽഫ ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു x1 x2 y ഈക്വൽ ടു y1 y2 നമ്മൾ ആർ സ്ക്വയർ എലമെന്റ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ആൽഫ ഇൻറ്റു x1 പ്ലസ് y1 സോറി എക്സ് പ്ലസ് വൈ എന്ത് വരും, ആൽഫ ഇൻറ്റു x1 പ്ലസ് y1 x2 പ്ലസ് y1 x2 പ്ലസ് y2. ദെൻ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു x1 പ്ലസ് y1 ആൽഫ ഇൻറ്റു x2 പ്ലസ് y2 വരും. ദാറ്റ്സ് ഈക്വൽ എന്താണ് ആൽഫ x1 പ്ലസ് ആൽഫ y1 ആൽഫ x2 പ്ലസ് ആൽഫ y2 വരും. അത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പർ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. That is alpha x1 alpha x2 plus alpha y1 alpha y2 നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ എന്താണ് ആൽഫ x1 x2 പ്ലസ് ആൽഫ y1 y2. ആൽഫ x1 x2 പ്ലസ് ആൽഫ y1 y2 എന്താണ് ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ, ആൽഫ വെക്ടർ എക്സ് പ്ലസ് ആൽഫ വെക്ടർ വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ രണ്ട് സ്കെയിലേഴ്സ് എടുത്തു, ആൽഫ ബീറ്റ ഇൻ ആർത്ത് എലമെന്റ് ആയിട്ട് എടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു x1 x2 ആർ സ്ക്വയർ എലമെന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ആൽഫ പ്ലസ് ബീറ്റ x1 ആൽഫ പ്ലസ് ബീറ്റ x2 എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ x1 പ്ലസ് ബീറ്റ x1 ആൽഫ x2 പ്ലസ് ബീറ്റ x2. ഇതെന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ കാരണം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പർ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ x1 ആൽഫ x2 പ്ലസ് ബീറ്റ x1 ബീറ്റ x2 എന്ന് കൊടുക്കാൻ പറ്റും. ആൽഫ x1 ആൽഫ x നമുക്ക് ആൽഫ പുറത്തെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ എക്സും ഇവിടുന്ന് ബീറ്റ പുറത്തെടുത്താൽ ബീറ്റ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നയൻത്ത് പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്തായിരുന്നു, ആൽഫ ബീറ്റ ആറിലെ എലമെന്റ് ആണ് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 ബിലോങ്സ് ടു ആർ സ്ക്വയർ എലമെന്റ് ആണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ x1 എന്ത് വരും, ആൽഫ ഇൻറ്റു ബീറ്റ x1 ബീറ്റ x2 ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ x1 ആൽഫ ഇൻറ്റു ബീറ്റ x ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് പറ്റും ആൽഫ ബീറ്റ x1 ആൽഫ ബീറ്റ x2. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പർ അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ ബീറ്റ ഇൻറ്റു x1 x ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും ആൽഫ ബീറ്റ x എന്ന് വരും. സോ ആൾസോ സിൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പർ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഫ്രം ദി
what we prove above, we get alpha into beta x is equal to നമുക്ക് എന്തായിട്ടും alpha beta x that's equal to beta alpha x that's equal to beta into alpha x എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് ആക്ഷൻ ആണ് 1 നമ്മുടെ റിയൽ നമ്പർ എലമെന്റ് ആണ് അല്ലേ. ദെൻ എക്സ് is equal to x1 x2 belongs to R square എലമെന്റ് ആണെങ്കിൽ 1 into x എന്താ വരിക 1x1 1x2 that's equal to x1 x that's equal to x. അപ്പോൾ 1 into x is equal to x എന്നുണ്ട്, x into 1 is equal to x എന്നുണ്ട്. അതായത് നമ്മൾ തന്നിട്ടുള്ള ആർ സ്ക്വയറിലുള്ള ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഓപ്പറേഷനും എന്താണ് എല്ലാ ആക്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ഒബേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർ സ്ക്വയർ സാറ്റിസ്ഫൈ ഓൾ ദി ആക്സിയംസ് ഓഫ് വെക്റ്റർ സ്പേസ് ആൻഡ് ഹെൻസ് ആർ സ്ക്വയർ ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആർ സ്ക്വയർ എന്താണ് ഓർഡേഡ് പെയറാണ്. നമുക്ക് ജനറൽ കേസ് അപ്പോൾ ആർ ക്യൂബിൽ നമുക്ക് ഇതുപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ജനറൽ ആയിട്ട് ഇനി ആർ റേസ് ടു എന്നിൻ്റെ കേസാണ് അടുത്ത എക്സാമ്പിൾ പറയാൻ പോകുന്നത്. ഓക്കെ, വി ഈക്വൽ ടു ആർ റേസ് ടു എൻ ആയിട്ട് നമ്മൾ എടുത്തു. ദാറ്റ്സ് സെറ്റ് ഓഫ് ഓൾ എൻ ട്രിപ്പിൾസ്. എൻ ട്രിപ്പിൾസ് ആണ് എന്താണ് x1 x2 എക്സെട്ര xn വരെ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഒരു എലിമെൻ്റ് ആണ് ആ രൂപത്തിലുണ്ടായിരിക്കുക. ദെൻ ആർ റേസ് ടു എൻ എന്ന സെറ്റ് രൂപത്തിലുണ്ടായിരിക്കുക. സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn. വേറെ x1 x2 എക്സെട്ര xn ഒക്കെ എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. നമുക്ക് അതിൽ ഓപ്പറേഷൻസ് പറയണം അല്ലേ. For any x is equal to x1 x2 etc xn, y equal to y1 y2 etc yn belongs to r raised to n ആണ് and alpha belongs to real number ആണ്. Let us define x plus y എന്ന് പറഞ്ഞാൽ എന്താണ് x1 x2 etc xn plus y1 y2 etc yn that's equal to എന്താണ് ഫസ്റ്റത്തെ കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്യുക, രണ്ടാമത്തെ കോർഡിനേറ്റ് ആഡ് ചെയ്യുക, അങ്ങനെ പോകുക. ദാറ്റ് ഈസ് x1 plus y1 x2 plus y2 plus etc xn plus yn വരും. അപ്പോൾ അവിടുത്തെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആൽഫ ഇൻറ്റു എക്സ് ദാറ്റ്സ് ഈക്വൽ ടു alpha into x1 x2 etc xn that is equal to alpha x1 alpha x2 etc alpha xn. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പറിലെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ എന്ന് നമ്മൾ പറഞ്ഞ അതേ സാധനമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സിൻസ് x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് yn എന്താണ് ഒരു n ട്രിപ്പിൾ ആണല്ലോ ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. സോ 2 elements in r raised to n is an element of r raised to n നമുക്ക് കിട്ടും. ഹെൻസ് r raised to n എന്താണ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദി അഡീഷൻ. ഈ അഡീഷൻ എന്താണ് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ്. സിൻസ് അഡീഷൻ ഓഫ് റിയൽ നമ്പർ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. എ പ്ലസ് ബിയും ബി പ്ലസ് എയും ഈക്വൽ ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇതും വൈ ഈക്വൽ ടു ഇതാണ് ആർ റേസ്റ്റ് എന്ന എലമെന്റ് ആണ്, n ട്രിപ്പിൾസ് ആണ്. ദെൻ എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്ര xn പ്ലസ് വൈ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും y1 പ്ലസ് x1 y2 പ്ലസ് x2 എക്സെട്ര yn പ്ലസ് xn ആയിട്ട് നമുക്ക് ഇതാണ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് y പ്ലസ് x ആണ്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു y പ്ലസ് x എഴുതാൻ പറയുന്നതുകൊണ്ട് നമുക്ക് എന്താ പറ്റും ആർ റേസ്റ്റ് എൻ ഈസ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദെൻ അസോസിയേറ്റീവ് 3 എലമെന്റ്സ് നമ്മൾ എടുക്കുക. അഡിഷൻ റിയൽ നമ്പറിൽ അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn ആയിട്ടും y ഈക്വൽ ടു y1 y2 എക്സെട്ര yn ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ z ഈക്വൽ ടു എന്താ യൂസ് ചെയ്തത് z1 z2 എക്സെട്ര zn ആയിട്ട് നമ്മൾ എടുത്തു. അതുപോലെ നമ്മളൊരു ഇവിടെ യൂസ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ പോകുന്ന എന്താണ് ഇവിടെ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമ്മൾക്ക് ചെക്ക് ചെയ്യണം. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എടുക്കുക, അതും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ത് വരും 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആദ്യത്തെ 3 സംഭവം ആഡ് ചെയ്യണം. അപ്പം ആദ്യത്തെ എലമെന്റ് അതുപോലെ രണ്ടാമത്തെ പിന്നത്തെ 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും x1 x2 എക്സെട്ര xn പ്ലസ് y1 പ്ലസ് z1 y2 പ്ലസ് z2 എക്സെട്ര yn പ്ലസ് zn. ഇനി ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ വരും x1 പ്ലസ് y1 പ്ലസ് z1 x2 പ്ലസ് y2 പ്ലസ് z2 എക്സെട്ര xn പ്ലസ് yn പ്ലസ് zn. റിയൽ നമ്പറിൽ എന്താണ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ ഹോൾഡ് ചെയ്യുന്ന നമുക്ക് ഇതിന് എന്തായിട്ടും ഇങ്ങനെ മാറ്റി ചെയ്താൽ പറ്റും x1 പ്ലസ് y1 പ്ലസ് z1 x2 പ്ലസ് z2 പ്ലസ് z2 എക്സെട്ര xn പ്ലസ് yn പ്ലസ് zn ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്ത് പറ്റും x1 പ്ലസ് y1 x2 പ്ലസ് y2 പ്ലസ് എക്സെട്ര xn പ്ലസ് yn പ്ലസ് z1 z2 എക്സെട്ര zn ആക്കി എഴുതാൻ പറ്റും. നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആക്കി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്താണ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അസോസിയേറ്റീവിലോ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു ആർ എസ് ടിനിൽ അസോസിയേറ്റീവിലോ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ അഡീഷൻ. ദെൻ നമുക്ക് സിക്സ്ത് പ്രോപ്പർട്ടിയാണ് അവിടെ 0 എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ നോക്കണം. ഫോർത്ത് പ്രോപ്പർട്ടി 0 ഈക്വൽ ടു നമുക്ക് അറിയാവുന്ന n ട്രിപ്പിൾ ആയതുകൊണ്ട് 0 n ടൈംസ് സീറോസ് ഉണ്ടായിരിക്കും അല്ലേ. ആൻഡ് ഫോർ എനി എക്സ് ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര xn നമ്മൾ ആർ എസ് ടി എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 0 എന്താ വരിക x1 x2 എക്സെട്ര പ്ലസ് 0 0 0 അങ്ങനെ പോകും. ദാറ്റ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് 0 x2 പ്ലസ് 0 എക്സെട്ര xn പ്ലസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും x1 x2 എക്സെട്ര xn എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ x ആണ്. അപ്പോൾ ഏതൊരു എക്സ് എടുത്തിട്ട് അതിനെ 0 കൊണ്ട് ആഡ് ചെയ്താലും ഏതൊരു 0 എടുത്ത് അതിനെ എക്സ് കൊണ്ട് 0 എടുത്തിട്ട് അതിനെ ഏതൊരു എക്സ് കൊണ്ട് ആഡ് ചെയ്യുന്നതാണ് രണ്ടും എക്സ് തന്നെ കിട്ടുക. സോ 0 ഈക്വൽ ടു 0 0 0 എക്സെട്ര 0 ഈസ് ആൻ 0 വെക്ടർ ഇൻ ആർ റേസ്റ്റ് എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ് അതിൻ്റെ നെഗറ്റീവ് എലമെന്റ് അതിലുണ്ടോ ഇല്ലേ നോക്കണം. ഫോർ എനി എക്സ് നമ്മൾ x1 x2 എക്സെട്ര xn ആർ റേസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തു. സോ മൈനസ് എക്സ് എന്താ വരിക
മൈനസ് എക്സ് വൺ മൈനസ് എക്സ് ടു എക്സെട്ര മൈനസ് എക്സ് എൻ ആണ് ഇൻ ആർ റേസ് ടു എൻ വരും. ആൻഡ് എക്സ് പ്ലസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരാം, എക്സ് വൺ എക്സ് ടു എക്സെട്ര മൈനസ് എക്സ് വൺ മൈനസ് എക്സ് ടു എക്സെട്ര മൈനസ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എക്സ് വൺ മൈനസ് എക്സ് ടു എക്സ് വൺ മൈനസ് എക്സ് വൺ എക്സ് ടു മൈനസ് എക്സ് ടു എക്സെട്ര എക്സ് എൻ മൈനസ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുക, 0 0 0 അങ്ങനെ പോകും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 0 വെക്ടർ കിട്ടുക. സിമിലർലി നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും, മൈനസ് എക്സ് പ്ലസ് എക്സും 0 എന്ന് കിട്ടും. ഹെൻസ് മൈനസ് എക്സ് ഈസ് ദി നെഗറ്റീവ് വെക്ടർ ഓഫ് എക്സ് ഇൻ ആർ റേസ് ടു എൻ. അപ്പോൾ ആർ റേസ് ടു എനിൽ നെഗറ്റീവ് വെക്ടറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിൻസ് നമ്മൾ അഡീഷൻ എല്ലാ എക്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾക്കുള്ള വെക്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണ് നോക്കേണ്ടത്. സിൻസ് ആൽഫ എക്സ് വൺ ആൽഫ എക്സ് ടു എക്സെട്ര ആൽഫ എക്സ് എന്താണ് ഒരു എൻ ട്യൂപ്പിൾ ആണ്. അതുപോലെ തന്നെ എക്സ് വൺ എക്സ് ടു എക്സെട്ര എലമെൻറ്റ്സ് ആയതുകൊണ്ട് റിയൽ നമ്പറിൽ എന്താണ് നമ്മളുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ആർ റേസ് ടു എന്നിലെ എലമെൻറ്റ്സ് എന്താണ് എൻ ട്യൂപ്പിൾ നമുക്ക് കിട്ടും ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആർ റേസ് ടു എൻ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോസും എല്ലാം നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ഏതൊരു ആൽഫ ആറിൽ എടുത്താലും എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ആണ്, വൈ ഈക്വൽ ടു വൈ വൺ വൈ ടു എക്സെട്ര വൈ എൻ ഇൻ ആർ റേസ് ടു എൻ എലമെൻറ്റ് ആണ്. ദെൻ ആൽഫ പ്ലസ് എക്സ് പ്ലസ് വൈ എന്ത് വരും, ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ത് വരും, നമുക്ക് ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് വൈ വൺ എക്സ് ടു പ്ലസ് വൈ ടു എക്സെട്ര എക്സ് എൻ വൈ എൻ നമുക്ക് എന്ത് പറ്റും, ആൽഫ ഇൻറ്റു എക്സ് വൺ പ്ലസ് വൈ വൺ ആൽഫ ഇൻറ്റു എക്സ് ടു പ്ലസ് വൈ ടു എക്സെട്ര ആൽഫ ഇൻറ്റു എക്സ് എൻ പ്ലസ് വൈ എൻ ഇതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ മുള്ളിലേക്ക് മൾട്ടിപ്ലൈ എന്ത് വെച്ചിട്ട് റിയൽ നമ്പേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ എക്സ് വൺ പ്ലസ് ആൽഫ വൈ വൺ പ്ലസ് ആൽഫ എക്സ് വൺ പ്ലസ് ആൽഫ വൈ വൺ ആൽഫ എക്സ് ടു പ്ലസ് ആൽഫ വൈ ടു എക്സെട്ര ആൽഫ എക്സ് എൻ പ്ലസ് ആൽഫ വൈ എന്ന് കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ എക്സ് വൺ ആൽഫ എക്സ് ടു എക്സെട്ര ആൽഫ എക്സ് എൻ പ്ലസ് ആൽഫ വൈ വൺ ആൽഫ വൈ ടു എക്സെട്ര ആൽഫ വൈ എന്ന് കൊടുക്കാൻ പറ്റും. എല്ലാത്തുനിന്നും ആൽഫ പുറത്തെടുക്കാൻ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഇൻറ്റു എക്സ് നിന്ന് ആൽഫ പുറത്തെടുത്താൽ ആൽഫ ഇൻറ്റു വൈ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് ആൽഫ വൈ എന്ന് കിട്ടും. നമ്മൾ രണ്ട് സ്കേലാസ് എടുത്തിട്ടും ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ദാറ്റ് ഈസ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു റിയൽ നമ്പർ ആണ്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് എന്ത് വരും, ആൽഫ പ്ലസ് ബീറ്റ എക്സ് വൺ ആൽഫ പ്ലസ് ബീറ്റ എക്സ് ടു എക്സെട്ര ആൽഫ പ്ലസ് ബീറ്റ എക്സ് വരും. നേരത്തെ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും, ആൽഫ എക്സ് വൺ പ്ലസ് ബീറ്റ എക്സ് വൺ ആൽഫ എക്സ് ടു പ്ലസ് ബീറ്റ എക്സ് ടു എക്സെട്ര ആൽഫ എക്സ് എൻ പ്ലസ് ബീറ്റ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും, ആൽഫ എക്സ് വൺ ആൽഫ എക്സ് ടു എക്സെട്ര ആൽഫ എക്സ് എൻ പ്ലസ് ബീറ്റ എക്സ് വൺ ബീറ്റ എക്സ് ടു എക്സെട്ര ബീറ്റ എക്സ് എൻ. ഇന്ന് എല്ലാത്തിനും ആൽഫ പുറത്തെടുത്താൽ ആൽഫ എക്സ് വരും, ഇന്ന് എല്ലാത്തിനും ബീറ്റ പുറത്തെടുത്താൽ ബീറ്റ എക്സ് വരും. സോ അവരും ഡിസ്ട്രിബ്യൂട്ടീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ആൽഫ ബീറ്റ റിയൽ നമ്പർ ആണ്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് ആർ റേസ് ടു എൻ എലമെന്റ് ആണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ എക്സും ആൽഫ ബീറ്റ ഇൻറ്റു എക്സ് എന്താണ് ഈക്വൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും സിമിലർ വേയിൽ. ഓക്കെ, ആൾസോ സിൻസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പർ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ദാറ്റ് വി ക്യാൻ പ്രൂവ് ദാറ്റ് ആൽഫ ഇൻറ്റു ബീറ്റ എക്സും ആൽഫ ബീറ്റ എക്സും ബീറ്റ ആൽഫ എക്സും ബീറ്റ ആൽഫ ഇൻറ്റു എക്സ് എന്താണ് ഈക്വൽ വരും. സോ ലാസ്റ്റ് ആക്സിയം ആയിട്ടില്ല, 1 ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സിന് ആർ വെച്ച എലമെന്റ് ആയതുകൊണ്ട് 1 ഇൻറ്റു എക്സ് നമുക്ക് എന്ത് വരും, 1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് തന്നെ കിട്ടും. സോ നമുക്ക് എന്ത് വരാൻ പറ്റും, ആർ റേസ് ടു എന്നിൽ ഓൾ ആക്സിയംസ് എന്താണ് വെക്ടർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും വെക്ടർ അഡീഷനും സ്കലാർ മൾട്ടിപ്ലിക്കേഷനും ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആർ റേസ് ടു എന്നിൽ വെക്ടർ അഡീഷനും സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ എന്താണ് ഒരു വെക്ടർ സ്പേസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ആർ റേസ് ടു എൻ ഈസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് കോംപ്ലക്സ് നമ്പർ ആണ്. സി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റ് നമുക്ക് അതിൽ സെറ്റ് ഓഫ് ഓൾ വാല്യൂഡ് കോംപ്ലക്സ് നമ്പർ അല്ല ലെറ്റ് സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, അതായത് എ ബി എന്ന ഇൻ്റർവെല്ലിലുള്ള എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ സി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, then let C of closed A B be set of all real valued continuous function defined on the closed interval closed A B. For any f g രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുത്തു, അതിൽ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ എടുത്തു, എഫും ജിയും ആൽഫ നമ്മൾ റിയൽ നമ്പറിൽ എലമെൻ്റ് എടുത്തു, എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ എ ബിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. എഫ് പ്ലസ് ജി ആൻഡ് ആൽഫ ഇൻറ്റു എഫ് ആർ ഡിഫൈൻഡ്, നമ്മളുടെ അടുത്ത മൾട്ടിപ്ലിക്കേഷനും അപ്പോൾ അഡീഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സും ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ് ആൽഫ എഫ് ഓഫ് എക്സ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ആ 10 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. ഓക്കെ, സിൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി എന്തായിരിക്കും കണ്ടിന്യൂസ് വരും. ആൾസോ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. സോ എഫ് പ്ലസ് ജി നമ്മളുടെ സി ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ എലമെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സി ഓഫ് ക്ലോസ് ഇൻ്റർവെൽ ബി ക്ലോസ്ഡ് അണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദി അഡിഷൻ. നെക്സ്റ്റ് കേസ് എന്തായിരുന്നു, അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും. എഫ് ആൻഡ് ജി ബിലോങ്സ് ടു ക്ലോസ്ഡ് എ ബി ആണ്. സി ഓഫ് ക്ലോസ്ഡ് എ ബി അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഒരു സെറ്റാണ് സി ഓഫ് ക്ലോസ്ഡ് എ ബി എന്നാൽ.
അപ്പോൾ എക്സ് നമ്മളൊരു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എലമെൻ്റ് ആണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അതിന് നമുക്ക് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാറുണ്ട്. കാരണം അഡീഷണൽ റിയൽ നമ്പർ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ് ജി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. സിൻസ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ് ആയതുകൊണ്ട് എന്താണ് ഏതൊരു എഫും ജി ക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അഡീഷൻ ഫംഗ്ഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണ് ഇവിടെ ഇൻ സി ഓഫ് ക്ലോസ്ഡ് എ ബി. അതുപോലെ 3 ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുന്നു, എഫും ജിയും എച്ച് എടുക്കുന്നു, അസോസിയേറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ആ 10 ആക്സിയംസും സോൾവ് ചെയ്യണം, അത് പ്രൂവ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എടുക്കുന്നതും എഫ് പ്ലസ് ജി പ്ലസ് എച്ചും ഈക്വലാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് അസോസിയേറ്റിവിറ്റി എന്താണ് അഡീഷനിൽ ക്ലോസ്ഡ് സി ഓഫ് ക്ലോസ്ഡ് എ ബിയിൽ എന്താണ് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, നേരത്തെ ഇതുപോലെ അത് റിപ്പീറ്റ് ചെയ്താൽ. നെക്സ്റ്റ് ഒരു സീറോ ഫംഗ്ഷൻ നമ്മൾ എടുത്തു, അത് സീറോ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ആ ഓ ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ഓ ഓഫ് എക്സ്. ആ ഓഫ് എക്സിൽ എന്ത് കൊടുത്താലും സീറോ കിട്ടണം. അതാണ് അവിടുത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് എ ബി ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഓഫ് ഓ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എന്താണ് നമ്മുടെ സി ഓഫ് ക്ലോസ്ഡ് എ ബിനുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ആൾസോ ഫോർ എനി എഫ് ബിലോങ്സ് ടു സി ഓഫ് ക്ലോസ്ഡ് എ ബി ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് എ ബി ആണെങ്കിൽ എഫ് പ്ലസ് ഒ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും എഫ് ഓഫ് എക്സ് പ്ലസ് ഒ ഓഫ് എക്സ് വരും. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഒ ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. ഓഫ് എക്സ് ആണ് 0 ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് 0 ഈക്വൽ ടു എന്ത് വരും എഫ് ഓഫ് എക്സ് വരും. അതുപോലെ തന്നെ എന്ത് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് പ്ലസ് ഒ ഓഫ് എക്സ്. അതായത് നമ്മളുടെ എഫ് പ്ലസ് ഒ ഓഫ് എക്സ് എടുക്കുന്നതും ഓഫ് ഒ പ്ലസ് എഫ് എടുക്കുന്നത് രണ്ടും ഈക്വൽ ആയിട്ട് വരും. ഇവിടെ ഒ പ്ലസ് എഫ് ആണ്. സോ എന്താണ് ഒ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ, അത് സീറോ ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ എഫ് പ്ലസ് ഒ ഈക്വൽ ടു എഫ് ദാറ്റ്സ് ഈക്വൽ ടു ഒ പ്ലസ് എഫ് ആണ്. ഹെൻസ് ഓഫ് സി ഓഫ് ക്ലോസ്ഡ് എ ബി ഇസ് എ സീറോ വെക്ടർ ഓഫ് സി ഓഫ് ക്ലോസ്ഡ് എ ബി നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്തായിരുന്നു നെഗറ്റീവ് വെക്ടർ ഉണ്ടോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാം. എഫ് എന്ന് പറഞ്ഞാൽ അതിലൊരു എലമെന്റ് ആണെങ്കിൽ മൈനസ് എഫ് ഈസ് ആൾസോ എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് എ ബി ബൈ minus f of x is equal to minus of f of x and hence minus f belongs to നമ്മളുടെ c of closed a b ആണ്. Also for any x belongs to closed a b ആണെങ്കിൽ f plus minus f of x എന്ത് വരും f of x plus minus f of x എന്തായിരുന്നു minus of f of x ആയിരുന്നു. So f of x minus f of x ആണ് 0 that is equal to o of x. That is f plus minus f of x ഉം മൈനസ് എഫ് പ്ലസ് എഫ് എന്താണ് ഓ കിട്ടുന്നുണ്ട്. അതുപോലെ മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സി ഓഫ് ക്ലോസ്ഡ് എ ബിയിലെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് എന്തിൻ്റെ എഫിൻ്റെ എന്ന് പറഞ്ഞാൽ. ദസ് നമ്മളുടെ എവരി വെക്ടർ എഫ് ഇൻ സി ഓഫ് ക്ലോസ്ഡ് എ ബി ഹാസ് എ നെഗറ്റീവ് വെക്ടർ മൈനസ് എഫ് ഉണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു സ്കേലാർ സാധനം എടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി ആൽഫ എഫ് ഈസ് ആൾസോ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി. Hence alpha f belongs to C of closed AB and so C of closed AB is closed with respect to scalar multiplication നമുക്ക് കിട്ടും. Then next നമുക്ക് 7th property ആണ് for any alpha belongs to R f g belongs to C of closed AB and x belongs to closed AB ആയതുകൊണ്ട് multiplication of real number distribute ആയതുകൊണ്ട് നമുക്ക് alpha into f plus g of x നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൽഫ എഫ് പ്ലസ് ആൽഫ ജി ഓഫ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൽഫ എഫ് പ്ലസ് ജി ഈക്വൽ ടു എന്തെങ്കിലും ആൽഫ എഫ് പ്ലസ് ആൽഫ ജി എന്ന് കിട്ടുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ഹോൾഡിങ്ങിൽ. അതുപോലെ രണ്ട് സ്കേലാസ് എടുത്തിട്ടും അതെന്ത് ചെയ്യും ആൽഫ പ്ലസ് എഫ് ആൽഫ പ്ലസ് ബീറ്റ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് ആൽഫ എഫ് പ്ലസ് ബീറ്റ എഫ് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആൽഫ ഇൻറ്റു ബീറ്റ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഓഫ് എഫ് വരും. അതുപോലെ ബീറ്റ ആൽഫ ഓഫ് എഫ് ഒക്കെ നമുക്ക് കിട്ടും. Since multiplication of real number is commutative, from what we prove that alpha into beta f equal to alpha beta f equal to beta alpha f equal to beta into alpha f നമുക്ക് കിട്ടും. ലാസ്റ്റ് വൺ ആണ് എന്ത് 1 belongs to R ആയതുകൊണ്ട് 1 ഏത് എഫ് ബിലോങ്സ് ടു സി ഓഫ് ക്ലോസിൻ്റെ എടുത്താൽ 1 എഫ് ഓഫ് എക്സ് എന്ത് വരും 1 എഫ് ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരും ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസിൻ്റെ ദാറ്റ് ഈസ് 1 എഫ് ഈക്വൽ ടു എഫ് എന്ന് വരുന്നത്. സോ ഈ സി ഓഫ് ക്ലോസ്ഡ് എ ബി എന്താണ് സാറ്റിസ്ഫൈ ഓൾ ദി ആക്സിയംസ് ഓഫ് വെക്ടർ സ്പേസ് ആൻഡ് സിൻസ് സി ഓഫ് ക്ലോസ്ഡ് എ ബി എന്താണ് ഒരു വെക്ടർ സ്പേസ് ഓവർ ആർ എന്ന് കിട്ടും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പറിൽ എന്താണ് അതൊരു വെക്ടർ സ്പേസ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ലെറ്റ് പി എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിനേക്കാളും അല്ലെങ്കിൽ എന്നോ വരുന്ന ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന് സെറ്റ് ആയിട്ട് നമ്മൾ പി എൻ നമ്മൾ എടുത്തു. അവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പി എൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ രൂപത്തിലാണ് പി എൻ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് വരെ എ എൻ വരെ ഉണ്ടായിരിക്കും. എ നോട്ട് എ വൺ എക്സെട്ര എന്നൊക്കെ എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്.
Then P of x എന്ന് പറഞ്ഞാൽ a naught x raised to n plus a1 x raised to n minus 1 plus etc. an, and Q of x is equal to b naught x raised to n plus b1 x raised to n minus 1 plus etc. bn. ഓക്കെ, ഇവിടെ ഈ പി ഓഫ് എക്സും നമ്മുടെ ക്യൂ ഓഫ് എക്സ് എന്താണ്, നമ്മളുടെ പി എൻ ഓഫ് എക്സിൽ എലമെൻ്റ് ആണ്. അപ്പോൾ ആൽഫ ബിലോങ്സ് ടു ആർ എടുത്താൽ ലെറ്റസ് ഡിഫൈൻ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ നോട്ട് പ്ലസ് ബി നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ പ്ലസ് ബി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ പ്ലസ് ബി എൻ ആയിട്ടും ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആൽഫ ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് ആൽഫ ഇൻറ്റു എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര ആൽഫ ഇൻറ്റു എ എൻ ആണ്. സോ നമുക്ക് അറിയാവുന്നതാണ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പി റേസ് ടു എന്നിലെ എലമെൻ്റ് ആണ്. പി എന്നിലെ എലമെൻ്റ് ആണ്, അത് പോളിനോമിയൽസ് എലമെൻ്റ് ആണ്. അഡിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്താണ്, പോളിനോമിയൽസ് എലമെൻ്റ് ആയിട്ട് വരും. ഹെൻസ് പി എൻ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദി അഡിഷൻ നമുക്ക് പറയാൻ പറ്റും. സിൻസ് അഡിഷൻ ഓഫ് റിയൽ നമ്പർ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ, റിയൽ നമ്പേഴ്സിൻ്റെ അഡിഷൻ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദെൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എടുത്തു ക്യൂ ഓഫ് എക്സ് എടുത്തു. പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്താ വരിക, എ നോട്ട് പ്ലസ് ബി നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ പ്ലസ് ബി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എൻ പ്ലസ് ബി എൻ വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ നോട്ട് പ്ലസ് ബി നോട്ട് നമുക്ക് ബി നോട്ട് പ്ലസ് എ നോട്ടും അങ്ങനെ എഴുതാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്യൂ ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ് അതായത് കമ്മ്യൂട്ടേറ്റീവിലോ അഡീഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ അസോസിയേറ്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട് നോക്കണിട്ട് 3 എലമെൻറ്റ്സ് നമ്മൾ എടുത്തു, പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സും. എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എ എൻ, ക്യൂ ഓഫ് എക്സ് എന്നാൽ ബി നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര ബി എൻ ആയിട്ടും, ആർ ഓഫ് എക്സ് എന്നാൽ സി നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് സി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര സി എൻ ആയിട്ട് നമ്മൾ എടുത്തു. അതെല്ലാം പോളിനോമിയൽസ് സെറ്റിലെ എലമെൻറ്റ്സ് ആണ് വിത്ത് ഡിഗ്രി n or less than n. Then p of x plus q of x plus r of x ഉം p of x plus q of x plus r of x ഉം ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ എടുത്ത പോലെ അഡീഷൻ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടും, പി എൻ ഈസ് അഡീഷൻ എന്താണ്, അസോസിയേറ്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒ ഓഫ് എക്സ് ആണ് ഒരു പോളിനോമിയൽ എടുത്തു. അതിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ കോഫിഷ്യന്റും 0 വരുന്ന എലമെന്റ് നമ്മൾ എടുത്തു. ആൻഡ് പി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എ എൻ എടുത്തു. ദെൻ പി ഓഫ് എക്സും ഒ ഓഫ് എക്സും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എ നോട്ട് പ്ലസ് 0 എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് 0 plus x raised to n minus 1 plus etc. and go. That's equal to നമുക്ക് a naught x raised to n plus a1 x raised to n minus 1 plus etc. a n that's equal to p of x. അത് ആ o of x ൻ്റെ കൂടെ നമ്മൾ ഏതൊരു p of x ആഡ് ചെയ്താലും p of x ൻ്റെ കൂടെ ഏതൊരു a of x o of x ആഡ് ചെയ്താൽ നമുക്ക് p of x എന്ന് കിട്ടുക. സോ o of x belongs to p n എന്താണ്, ഒരു 0 വെക്റ്റർ നമുക്ക് പറയാൻ പറ്റും. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, നെഗറ്റീവ് എലമെന്റ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. പി ഓഫ് എക്സ് ആയിട്ട് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ മൈനസ് പി ഓഫ് എക്സ് എന്താ വരിക, മൈനസ് എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് മൈനസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര മൈനസ് എ എൻ എന്ന് കിട്ടും. അപ്പോൾ പി ഓഫ് എക്സ് പ്ലസ് മൈനസ് പി ഓഫ് എക്സ് എന്ത് വരും, എ നോട്ട് മൈനസ് എ വൺ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ വൺ പ്ലസ് എ വൺ മൈനസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എ എൻ മൈനസ് എ എൻ ഇട്ട് എല്ലാം 0 ആയിട്ട് പോകും. ദാറ്റ്സ് ഈക്വൽ ടു ഒ ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സ് പ്ലസ് മൈനസ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ് എന്നാണ് ഒ ഓഫ് എക്സ് ഇട്ടുന്നത്. അതായത് മൈനസ് പി ഓഫ് എക്സ് നമ്മുടെ പി ഓഫ് എക്സിൻ്റെ ഒരു നെഗറ്റീവ് വെക്റ്റർ ആണ്. ദ നെക്സ്റ്റ് പി ഓഫ് എക്സ് നമ്മുടെ പി എന്നിൻ്റെ എലമെന്റ് ആണെങ്കിൽ ആൽഫ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഏതൊരു പോളിനോമിയൽസ് നമ്മൾ ഒരു സ്കെലാർ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, അതൊരു പോളിനോമിയൽ കിട്ടുക. സോ ആ പി ഓഫ് എക്സ് പോളിനോമിയൽ എലമെന്റ് ആണെങ്കിൽ ആൽഫ പി ഓഫ് എക്സ് എന്നാണ് പോളിനോമിയൽ എലമെന്റ് വരും. സോ പി എൻ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും. ദെൻ ആൽഫ നമ്മൾ ഒരു റിയൽ നമ്പർ എടുത്തു, പി ഓഫ് എക്സ് നമ്മൾ എടുത്തു, ചൂസ് ചെയ്തു. ദെൻ ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്താ വരിക, ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ റിയൽ നമ്പർ അസോസിയേറ്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ 3 സ്കെലാർസ് എടുത്തു, ആൽഫ ബീറ്റ രണ്ട് സ്കെലാർസ് എടുത്തു, ആൽഫ ബീറ്റ എടുത്തു. അതുപോലെ പി ഓഫ് എക്സ് ആണ് ഒരു പോളിനോമിയൽ നമ്മൾ ചൂസ് ചെയ്തു. ആൽഫ പ്ലസ് ബീറ്റ പി ഓഫ് എക്സ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും, ആൽഫ പി ഓഫ് എക്സ് പ്ലസ് ബീറ്റ പി ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, നമുക്കറിയാവുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. Then for any alpha beta belongs to R and p of x is equal to a naught x raised to n plus a1 x raised to n minus 1 plus etc. a n belongs to pn. Since multiplication of real number is associative, then we can prove that alpha plus beta p of x നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, alpha plus beta a naught x raised to n plus alpha plus beta a1 x raised to n minus 1 plus etc. alpha plus beta n എടുക്കാൻ പറ്റും. നമുക്ക് ആൽഫ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും മൾട്ടിപ്ലൈ ആയിട്ടും ബീറ്റ എല്ലാത്തിനും മൾട്ടിപ്ലൈ ആയിട്ടും. സോ വി ഗെറ്റ് ആൽഫ ബി ഓഫ് എക്സ് പ്ലസ് ബീറ്റ പി ഓഫ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആൽഫ ബീറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ പി ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു പി ഓഫ് എക്സ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ ഇൻറ്റു ബീറ്റ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ പി ഓഫ് എക്സ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കത് എല്ലാം എന്ന് കിട്ടും. അതുപോലെ ലാസ്റ്റ് വൺ ആണ് 1 ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര എൻ ബിലോങ്സ് ടു പി എൻ ആയതുകൊണ്ട് 1 ഇൻറ്റു പി ഓഫ് എക്സ് എന്ത് വരും,
1 into a naught x raised to n plus etc plus 1 into a എന്ന് എഴുതും. ദാറ്റ്സ് ഈക്വൽ എന്താണ് a naught x raised to n plus 2x raised to n plus etc അങ്ങനെ പോയിട്ട് a എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ എന്താണ് p of x ആണ്. സോ 1 into p of x എന്ന p of x വരുന്നുണ്ട്. സോ Pn satisfy all the axioms of vector space and then Pn is a vector space over R of real number നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പോളിനോമിയൽസിൻ്റെ സെറ്റ് എന്താണ്, അതും ഒരു വെക്റ്റർ സ്പേസ് നമുക്ക്. ദെൻ നമുക്കിത് റിലേറ്റഡ് ടു റിമാർക്കാണ്. ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n വിത്ത് usual rules of addition and scalar multiplication as defined in the previous example is not a vector space since zero polynomial that identity is not present in the set. Okay, അപ്പം നമ്മൾ യൂഷ്വലായിട്ട് ഡിഫൈൻ ആയിട്ടുള്ള ആ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഏത് പോളിനോമിയൽസിൻ്റെ കേസിൽ. ദ ഫോളോവിങ് ആർ സം മോർ ഇമ്പോർട്ടൻറ്റ് വെക്റ്റർ സ്പേസ്. ദ ഓപ്പറേഷൻസ് of vector addition and scalar multiplication are usual operations associated with the set. We can prove each of them satisfy all the 10 axioms of vector space. അതായത് നമുക്ക് ഇതെല്ലാം എന്താണ് വെക്റ്റർ സ്പേസ് ആണ്. Set of all p of polynomials, the set of all real valued functions f defined on R, the set c of minus infinity infinity of all real valued functions f continues on R. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പോയിട്ടുണ്ടായിരിക്കും നമ്മൾ എക്സാമ്പിൾസ്, കാരണം ഒന്നുമില്ല, ആ 10 ആക്സിയംസ് പ്രൂവ് ചെയ്യണം എന്നുള്ളൂ. ഓക്കെ, അപ്പം കറക്റ്റ് നോക്കുക, 10 ആക്സിയംസ് പ്രൂവ് ചെയ്യാൻ പഠിക്കുക. 10 ആക്സിയംസും പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഒരു വെക്റ്റർ സ്പേസ് എന്താണെന്ന് കാണിക്കണമെങ്കിൽ വെക്റ്റർ അഡീഷൻ്റെയും സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും ആക്സിയംസ് നോക്കണം.